ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോൾഡൻ ഡെസ്മോഡിയം എന്ന് പറഞ്ഞൊരു ചെടിയായിട്ടാണ് കേട്ടോ. നമ്മൾ ഡിവി സെയിൽ ചെയ്യുമ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു, ഇതേപോലെ നമുക്ക് ഷെയ്ഡ് ട്രീസ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നത് എന്തൊക്കെ ചെടികളാണ് കയ്യിലുള്ളതെന്ന്. അപ്പോൾ ഏകദേശം ഇത് നമുക്ക് ഷെയ്ഡ് ട്രീ ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ അങ്ങനെ ഒതുക്കി നിർത്തുകയും ചെയ്യാം കേട്ടോ. നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് ഗേറ്റിൻ്റെയൊക്കെ രണ്ട് സൈഡിൽ ഇതിങ്ങനെ ഒരേ വലുപ്പത്തിലുള്ള തൈകൾ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ഞയും പച്ചയും കലർന്നിട്ടുള്ള നിറങ്ങളോട് കൂടിയ ഇലകളാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ചെറിയ രീതിയിൽ വെള്ളപ്പൂക്കൾ വരും, പക്ഷെ നമ്മൾ അതിനെ അത്ര കാര്യമാക്കിയിട്ട് പരിഗണിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് ഇതിൻ്റെ ഇലകളുടെ ആ ഒരു സൗന്ദര്യം കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ചെടികളാണ് കേട്ടോ. നമ്മൾ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ നിങ്ങൾക്ക് തരും. ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സും ഓൾ ഇന്ത്യ ആണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അതുപോലെ നല്ല രീതിയിൽ വെയിൽ കിട്ടുമ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെ മഞ്ഞ കളറുള്ള ഇലകൾ വരുന്നത്. അത് വെയിലിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും മഞ്ഞ കളർ വരാതെ ചെറിയൊരു ഗ്രീൻ കളറായിട്ട് നിൽക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിച്ചൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കും, ഡൗൺ ആയി കിടക്കും. സൂര്യൻ ഉദിച്ച് അടുത്ത ദിവസം വരുമ്പോഴേക്കും ഇലകളെല്ലാം നീണ്ടു നിവർന്ന് ഉഷാറായിട്ട് തന്നെ നിൽക്കും കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കിത് നിലത്തോ ചട്ടിയിലോ എവിടെ വേണേലും വെക്കാം കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ വീടുകളുടെ മാത്രമല്ല, അപ്പോൾ പലരും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഫ്ലാറ്റിനകത്തൊക്കെ താമസിക്കുന്നവർ. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വെക്കാൻ പറ്റുക എന്നുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ വാർക്കയുടെ ചട്ടികൾ കിട്ടുമല്ലോ, സിമൻറ്റ് ചട്ടികൾ, അത്തരം ചട്ടികൾ മേടിച്ചിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ വലുതായി വരുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ പ്രൂൺ ചെയ്തിടാം. അപ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഫ്ലാറ്റിലുള്ളവർക്ക് വെക്കാം, വില്ലയിൽ താമസിക്കുന്നവർക്ക് വെക്കാം, നമ്മുടെ സ്വന്തം വീടായിട്ട് താമസിക്കുന്നവർക്ക് നിലത്ത് കുഴിച്ചിടുകയും ചെയ്യാം കേട്ടോ. നിലത്ത് കുഴിച്ചിടുമ്പോൾ അത്യാവശ്യം വലിയ മരമായി പോകുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സൗകര്യം അതായിരിക്കും. അതല്ലാത്തവർക്കാണ് നമ്മൾ ചട്ടിയിൽ വെക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ചെടികളെല്ലാം സെയിലിനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. വിത്ത് പാകിയും നമുക്ക് അതിൻ്റെ കമ്പ് കോതിയിട്ടൊക്കെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്കിതിനകത്ത് ചെറിയ പയർമണി പോലത്തെ വിത്തുകൾ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പാകി വയ്ക്കാം. അതല്ല, ഒരു മഴക്കാലമൊക്കെ വരുന്ന സമയത്താണ് നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ പ്രൂൺ ചെയ്ത് കിട്ടുന്ന ഇളം കമ്പുകൾ പോലും നമുക്ക് നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. നമ്മുടെ ഉദ്യാനങ്ങളെയൊക്കെ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെടികളൊന്നും മിസ്സാക്കണ്ട, പെട്ടെന്ന് തന്നെ വാങ്ങി വെച്ചോളൂ കേട്ടോ. ഇനി ഈ രീതിയിൽ നമ്മുടെ കഴിവനുസരിച്ചിട്ട് ഇതേപോലെയൊക്കെ വെട്ടി നിർത്തുകയും ചെയ്യാം. 140 രൂപയാണ് ഈ കാണുന്ന ചെടിയുടെ വില വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അയച്ചു തരും. അപ്പോൾ വാട്സപ്പിൽ ദയവായിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ. പരമാവധി കോൾ ചെയ്യാതെ മെസ്സേജ് അയക്കാനായിട്ട് ഒന്ന് കൂടുതൽ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.